ഗൈസ്, വെൽക്കം ബാക്ക് ടു വിഷൻ വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്നാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ക്യാൻറ്റീനിൽ പോയി അങ്ങനെ ഒരു കട്ടനും ബജ്ജിയും കഴിച്ചായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ക്ലാസ്സിന് കയറാതെ നേരെ ക്യാൻറ്റീനിലാണ് ഞങ്ങൾ പോയത്. ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും പിന്നെ എന്തിനാ കോളേജിൽ പോയെന്നല്ല. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ക്ലാസ് തുറക്കാനുള്ള പിടിയും വലിയും ഒക്കെയാണ്. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങളുടെ ശാലു താക്കോല് കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ ക്ലാസ് ഓപ്പൺ ആക്കി. ആദ്യം വലത് കാല് വെച്ച് അനഘ ചേച്ചി തന്നെ കയറി. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ക്ലാസ്സിലോട്ട് കയറി. രാവിലെ കട്ടൻ കുടിച്ചോണ്ട് തന്നെ എല്ലാവരും ഫുൾ എനർജിയിലായിരുന്നു. ഇന്ന് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശാലു അനഘ ചേച്ചിയെ പിടിച്ചിരുത്തി നാലേ പിന്നിടുമായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാലേ പിന്നിടുന്ന ദൃശ്യമായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഓരോരുത്തരും എയറിലായിരുന്നു. ഇനി അടുത്ത കലാപരിപാടിയാണ് ഫോട്ടോ എടുപ്പ്. അതിനുവേണ്ടി കുറച്ച് ഫ്ലവേഴ്സ് ഞങ്ങൾ കളക്ട് ചെയ്തു. അടുത്ത റിസ്ക് എന്ന് പറയുന്നത് ഇത് ഓരോന്നായിട്ട് ചേച്ചിയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. എസ്പെഷ്യലി ചേച്ചിയുടെ കാര്യത്തിൽ ഇത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താണെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. അമ്മാതിരിയല്ലേ ചിരിക്കുന്നേ. ആ ചിരിയുടെ ഇടയിലും ശാലു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. വിശപ്പിന്റെ ഉൾവിളി വന്നോണ്ടേനെ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല. ഞങ്ങളുടെ വാഴയില മുറിക്കാൻ ടൂൾസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ട് സ്ലൈഡൊക്കെ വെച്ച് മുറിച്ചാ കൊച്ചു കൊണ്ടുവന്നത്. ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ റെഡി ആയിരിക്കുമായിരുന്നു. എല്ലാവരും പാത്രവും തുറന്ന് കാത്തിരിക്കുമായിരുന്നു വാഴയിലയ്ക്ക് വേണ്ടി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് വാഴയില കിട്ടി. പിന്നെ ഒന്നും നോക്കില്ല, കഴുകി ബെഞ്ചിലോട്ട് അങ്ങ് വെച്ചു. ഞങ്ങൾ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു ഒരു വാഴയില വെച്ച് അതിൽ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നത്. അങ്ങനെ ഫൈനലി അത് നടന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫുഡ് വെച്ചു. നോർമലി ഫുഡ് കഴിക്കുമ്പോൾ നല്ല വൈബാണ്. ഓരോ പാത്രത്തിലും കൈയിട്ട് വാരി കഴിക്കണം, അത് വേറെ തന്നെ രസമാണ്. ഇങ്ങനെ ഇരുന്ന് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതും കോളേജ് ലൈഫിൽ ഒരു ബെസ്റ്റ് പാർട്ട് തന്നെയാണ്. അങ്ങനെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ചോറ് കഴിച്ചു. ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ ചോറൊക്കെ കാലിയായി. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. പെട്ടെന്ന് തന്നെ ബസ്സും കിട്ടിയായിരുന്നു. ആക്ച്വലി നമ്മൾ ഇന്ന് എന്തിനാ വന്നേന്നറിയോ? ഇന്ന് ഞങ്ങളുടെ കോഴ്സ് രജിസ്ട്രേഷൻ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ഡേ ഞങ്ങൾ ഫുള്ള് വൈബ് അടിച്ചിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇറങ്ങിയോണ്ട് തന്നെ ബസ്സും പെട്ടെന്ന് കിട്ടിയായിരുന്നു. അങ്ങനെ ഒരു 4 മണിയായപ്പോൾ ഞാൻ വീട്ടിലെത്തിയായിരുന്നു. പിന്നെ വന്ന ഉടനെ ചായയും കുടിച്ചായിരുന്നു. അത്യാവശ്യം സമയം എടുത്ത് ഞാൻ ചായയൊക്കെ കുടിച്ചു. സാധാരണ എനിക്ക് നേരത്തെ ബസ് കിട്ടാറുമില്ല, ഞാൻ നേരത്തെ വീട്ടിലെത്താറുമില്ല. അഥവാ ബസ് കിട്ടിയാൽ തന്നെ നല്ല തിരക്കുമായിരിക്കും, സീറ്റും കിട്ടത്തില്ല. ഇന്നാണെങ്കിൽ സീറ്റും കിട്ടി, അതും സൈഡ് സീറ്റ്. പിന്നെ പറയണ്ടല്ലോ, നല്ല റിലാക്സ് ആയിട്ട് സൈഡ് സീറ്റ് ഇരുന്ന് കാറ്റും കൊണ്ടാണ് വന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. ഇനിയും ഇങ്ങനത്തെ ദിവസങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഡേയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രവും കഴുകി കഴിഞ്ഞു. പിന്നെ ഫുള്ള് തുടച്ച് ക്ലീനാക്കി. അങ്ങനെ അതും കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.